ഒരു ദിവസം കിട്ടുകുരങ്ങനും കൂട്ടുകാരും മിന്നാരംകാട്ടിലെ ഉത്സവം കൂടാൻ തീരുമാനിച്ചു. നമുക്ക് കാറിൽ കയറി പാഞ്ഞു പോകാം, കിട്ടു പറഞ്ഞു. അവൻ കാറുമായി വന്നതും പപ്പു കരടിയും മിച്ചു പൂച്ചയും ചിക്കു കുറുക്കനും ചാടി കയറി. വേഗം വിട്ടോ, ചിക്കു പറഞ്ഞു. കിട്ടു മിന്നാരംകാട്ടിലേക്ക് കാറ് വേഗം പായിച്ചു. കുറെ ദൂരം കഴിഞ്ഞതും വഴിയരികിൽ മിന്നുമുയൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉത്സവം കാണാൻ ഞാനും വരുന്നേ, മിന്നു വിളിച്ചു പറഞ്ഞു. എന്നാൽ കിട്ടുകുരങ്ങൻ കാറ് നിർത്താതെ വേഗത്തിൽ ഓടിച്ചുപോയി. മെല്ലെ നടന്ന് തനിയെ വന്നാൽ മതി, ഞങ്ങൾ പോകുന്നു, പപ്പു കരടി പറഞ്ഞു. പാവം മിന്നുവിന് വലിയ വിഷമമായി. ഇനി എങ്ങനെ ഉത്സവം കാണും? അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ബിമ്മു എന്ന ഒരു ആനക്കുട്ടി സൈക്കിളിൽ അതുവഴി വന്നു. എന്താ മിന്നു കരയുന്നത്? അവൻ ചോദിച്ചു. ഉത്സവം കാണാൻ പോകാൻ എന്റെ സൈക്കിളിൽ കയറിക്കുള്ളൂ, അവൻ വിളിച്ചു. മിന്നു സന്തോഷത്തോടെ ബിമ്മുവിന്റെ സൈക്കിളിൽ കയറി. കുറെ ദൂരം ചെന്നതും അതാ വഴിയരികിൽ കിട്ടുവും കൂട്ടരും നിൽക്കുന്നു. ചെറിയൊരു പാലം കടന്നു വേണം മിന്നാരംകാട്ടിലേക്ക് പോകേണ്ടത്. കിട്ടുവിന്റെ കാറിന് കടന്നു പോകാനുള്ള വീതി പാലത്തിനില്ലായിരുന്നു. ബിമ്മു വളരെ എളുപ്പം പാലത്തിലൂടെ സൈക്കിൾ ഓടിച്ച് പോവുകയും ചെയ്തു. മെല്ലെ നടന്നു വന്നാൽ മതി, ഞങ്ങൾ പോകുന്നു, മിന്നു പറഞ്ഞത് കേട്ട് കിട്ടുവും കൂട്ടരും നാണിച്ചുപോയി. വെറുതെ മിന്നുവിനെ കളിയാക്കേണ്ടായിരുന്നു, പപ്പു കരടി ഓർത്തു.